ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡയറ്റ് ടിപ്സ് ബൈ ഡയറ്റീഷ്യൻ സിനി റോയ്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നു നിൽക്കുന്ന ഒരു ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ് പ്രമേഹം. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഫലപ്രദമായി ഉപയോഗിക്കാതെ വരുമ്പോഴാണ് പ്രമേഹം എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. പ്രമേഹമുള്ളവർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഡയറ്റിലാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഹൈ ഫൈബർ, ഹൈ പ്രോട്ടീൻ ആൻഡ് ലോ കാർബ്സ് അടങ്ങിയ ഡയബറ്റിക് ഡയറ്റാണ് പ്രമേഹമുള്ളവർ ഫോളോ ചെയ്യേണ്ടത്. ഡയറ്റ് കൂടാതെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൈ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സാധിക്കും. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയബറ്റിക് ഡയറ്റോ അല്ലെങ്കിൽ ഡയബറ്റിക് ഡയറ്റ് പ്ലാനോ ഒക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഡയറ്റ് കൺസൾട്ടേഷനായി ബുക്ക് ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് വരുന്ന ഷുഗർ ലെവൽ എത്രയാണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രമേഹമുള്ളവർ ഷുഗർ കുറയ്ക്കാനായി, അതായത് ഹൈ ഷുഗർ ലെവലാണ് നിങ്ങൾക്കെങ്കിൽ ഇത് കുറയ്ക്കാനായി 5 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ഫെനുഗ്രീക്ക് വാട്ടർ. രാവിലെ 1 ഗ്ലാസ് ഉലുവയിട്ട വെള്ളം കുടിക്കുക. ഇതിനായി 1 ടീസ്പൂൺ ഉലുവ രാത്രിയിൽ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളവും ഉലുവയും കൂടെ കഴിക്കുക. ഉലുവ വെള്ളം എങ്ങനെ തയ്യാറാക്കണം എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഉലുവ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും, ഷുഗർ കുറയ്ക്കാനും സഹായിക്കും. 2. ചൂസ് എ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രോട്ടീൻ ഷുഗർ ബാലൻസ് ചെയ്യാനും വയർ നിറഞ്ഞിരിക്കാനും സഹായിക്കും. കാരണം പ്രോട്ടീൻ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും, അതിനാൽ കുറേ നേരത്തേക്ക് വിശപ്പില്ലാതിരിക്കാൻ സഹായിക്കും. പ്രമേഹമുള്ളവർക്ക് സാധാരണയായി വിശപ്പ് കൂടുതലായിരിക്കും. പ്രോട്ടീനും ഫൈബറും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വിശപ്പ് നിങ്ങൾക്ക് കുറയ്ക്കാനായി പറ്റും. കടലമാവ് കൊണ്ടുള്ള ദോശ, പരിപ്പ് ദോശ, ബോയിൽഡ് എഗ് ഇവയൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 3. സിപ്പോൺ, ഫെന്നൽ, അജ്വൈൻ, സിനമൺ ടീ. പെരുംജീരകം, അജ്വൈൻ, കറുവപ്പട്ട ചേർത്ത ചായ കുടിക്കുക. ഈ ചായ പെട്ടെന്ന് കുടിച്ച് തീർക്കരുത്, സിപ്പ് ചെയ്ത് വേണം കുടിക്കാൻ. ഭക്ഷണം കഴിച്ച ശേഷമാണ് ഈ ചായ കുടിക്കേണ്ടത്. ഈ ചായ കുടിക്കുന്നത് മൂലം ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ കൂടുന്നത് തടയാൻ സഹായിക്കും. കൂടാതെ ഇൻസുലിൻ സംവേദനക്ഷമത കൂടാനും ഇത് സഹായിക്കും. 4. കൺസ്യൂം ജാമൂൻ സീഡ്സ് പൗഡർ ബിഫോർ മീൽസ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അല്പം ഞാവൽപ്പഴത്തിൻ്റെ കുരു ഉണക്കി പൊടിച്ച പൗഡർ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് കുടിക്കുക. ഇങ്ങനെ കുടിക്കുന്നത് മൂലം ഇൻസുലിൻ പ്രതിരോധം കുറയാനും ഭക്ഷണം കഴിച്ച ശേഷം ഷുഗർ കൂടുന്നത് ഒരു പരിധിവരെ തടയാനും സഹായിക്കും. 5. വാക്ക് ആഫ്റ്റർ എവരി മീൽ. ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പനേരം ഒന്ന് നടക്കുക. പ്രമേഹമുള്ളവർക്ക് മികച്ച വ്യായാമമാണ് നടത്തം. നടക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനാകും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നടക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം പെട്ടെന്ന് ഷുഗർ കൂടുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. കൂടാതെ വണ്ണം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ നടക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഡയറ്റിലും ജീവിതശൈലിയിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ കുറയ്ക്കാവുന്നതാണ്. പിന്നൊരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഷുഗർ ലെവൽ എത്രയാണെന്ന് ആദ്യം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഷുഗർ ഉള്ളവർ ഷുഗർ കുറയ്ക്കാനായി മരുന്ന് കഴിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള നിങ്ങൾ പെട്ടെന്ന് ഷുഗർ ലെവൽ ആഴ്ന്നു പോകാതെ, അതായത് ഹൈപ്പോഗ്ലൈസെമിക് എന്ന അവസ്ഥ വരാതെ കൂടെ ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാനോ ഡയറ്റ് കൺസൾട്ടേഷനോ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യുക.